ദിലീപിന്റെ വരാനിരിക്കുന്ന വമ്പൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ജനപ്രിയ നടൻ ദിലീപിന്റെ ഇനി വരാനിരിക്കുന്ന പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ എല്ലാ സുഹൃത്തുക്കളോടും ഒരു കുഞ്ഞു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. ദിലീപിന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളിൽ ഞാൻ ആദ്യം പറയുന്നത് ദിലീപിന്റെ 152ാമത്തെ ചിത്രമാണ്. ദിലീപിനെ നായകനാക്കി പ്രശസ്ത സംവിധായകൻ ഷാജി കൈലാസിന്റെ മകൻ ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേരാണ് D152. പൂജാ ചടങ്ങുകൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടന്നു. ഉർവശി തിയേറ്റേഴ്സും കാക സ്റ്റോറീസും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ഉർവശി തിയേറ്റേഴ്സാണ് അവതരിപ്പിക്കുന്നത്. D152ന്റെ ചിത്രീകരണം തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായി നടക്കുകയാണ്. ദിലീപ് ഇതുവരെ കാണാത്ത വേറിട്ട ഗെറ്റപ്പിലും വ്യത്യസ്തമായ പ്രായത്തിലുള്ള കഥാപാത്രവുമായാണ് ചിത്രത്തിലെത്തുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. പൂർണ്ണമായും ത്രില്ലർ മോഡിലുള്ള D152ന്റെ രചന വിപിൻ ബാലചന്ദ്രൻ നിർവഹിക്കുന്നു. സന്ദീപ് സേനൻ, അലക്സി കുര്യൻ എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. ദിലീപിന്റെ ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്ന സിനിമ ദിലീപ് ആരാധകരും മലയാള സിനിമ ആരാധകരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു ദിലീപ് ചിത്രത്തെ പറ്റിയാണ്. ബബ്ബബ്ബ. നവാഗതനായ സംവിധായകൻ ധനഞ്ജയ് ശങ്കർ ഒരുക്കുന്ന ബബ്ബബ്ബ എന്ന ചിത്രം ഡിസംബർ 18 റിലീസിനെത്തും. ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഭയം, ഭക്തി, ബഹുമാനം എന്നതിന്റെ ചുരുക്കരൂപമാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ. വേൾഡ് ഓഫ് മാഡ്നസ് എന്ന ടാഗ്ലൈനോടെ പുറത്തിറങ്ങുന്ന ചിത്രം ഒരു മാസ് കോമഡി എന്റർടൈനർ ആയിരിക്കുമെന്നാണ് സൂചന. ദിലീപിനെ കൂടാതെ വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തും. താരദമ്പതിമാരായ ഫാഹിസ് സബറും നൂറിൻ ഷരീഫും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. മോഹൻലാലും ചിത്രത്തിൽ അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. ദിലീപും മോഹൻലാലും ഒരുമിച്ചുള്ള സംഘടനങ്ങൾ കോയമ്പത്തൂർ, പാലക്കാട്, പൊള്ളാച്ചി എന്നിവിടങ്ങളിലായി വൻതുക ചെലവഴിച്ച് ചിത്രീകരിച്ചതായാണ് വിവരം. ഇതിനായി മോഹൻലാലിന്റെ കഥാപാത്രത്തിനായി പ്രത്യേക വാഹനം നിർമ്മിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇവരെ കൂടാതെ സിദ്ധാർത്ഥ് ഭരതൻ, ബൈജു സന്തോഷ്, ബാലു വർഗീസ്, സലിംകുമാർ, അശോകൻ, ദേവൻ, ബിജു പപ്പൻ, ജി സുരേഷ് കുമാർ തുടങ്ങി നിരവധി താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഈ ഒരു സിനിമ ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്ന ചിത്രം ദിലീപ് ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് വാളയാർ പരമശിവം. മെഗാ ഹിറ്റായി മാറിയ റൺവേ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി ഒരുങ്ങുന്ന ചിത്രമാണ് വാളയാർ പരമശിവം. ദിലീപിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്ത റൺവേ എന്ന ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചത് ഉദയകൃഷ്ണ CBK തോമസ് ആയിരുന്നു. റൺവേയുടെ രണ്ടാം പാർട്ടായിട്ട് വരുന്ന വാളയാർ പരമശിവത്തിനും തിരക്കഥ രചിക്കുന്നത് ഉദയകൃഷ്ണയും സംവിധാനം ചെയ്യുന്നത് ജോഷിയുമാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഈ സിനിമ ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്നത് ദിലീപ് ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ്. ദിലീപ് നായകനായി എത്തുന്ന പറക്കും പപ്പൻ എന്ന ചിത്രം. ഒരു ലോക്കൽ സൂപ്പർ ഹീറോയുടെ കഥ പറയുന്ന പറക്കും പപ്പൻ സംവിധാനം ചെയ്യുന്നത് വിയാൻ വിഷ്ണുവാണ്. ദിലീപിന്റെ ഉടമസ്ഥതയിലുള്ള ഗ്രാൻഡ് പ്രൊഡക്ഷൻസ് ആണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് റാഫിയാണ്. റാഫി തിരക്കഥ ഒരുക്കുന്നതിനാൽ കോമഡി ട്രാക്കിലാകും കഥ വികസിക്കുക എന്നാണ് കണക്കുകൂട്ടൽ. പറക്കാനുള്ള ശക്തി ലഭിക്കുന്ന ഒരു ഗ്രാമത്തിലെ സാധാരണക്കാരന്റെ കഥയാണ് സിനിമ പറയുന്നത്. ഇന്ത്യൻ സിനിമയിലെ വമ്പന്മാരാകും സിനിമയുടെ സാങ്കേതിക വിഭാഗത്തിൽ അണിനിരക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. തമിഴ് സെൻസേഷൻ അനിരുദ്ധാകും ചിത്രത്തിന്റെ സംഗീതം നിർവഹിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഈ ഒരു ചിത്രം ദിലീപിന്റെ ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി പറയുന്നത് മലയാള സിനിമ ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ദിലീപിന്റെ ഒരു സെക്കൻഡ് പാർട്ടിനെ പറ്റിയാണ്. CID മൂസ 2. മലയാളികളെ ചിരിയിൽ ആറാടിച്ച ചിത്രമാണ് CID മൂസ. ഇപ്പോഴും ചാനലുകളിൽ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം 22 വർഷങ്ങൾക്ക് ശേഷം മൂലംകുഴിയിൽ സഹദേവനും കൂട്ടരും വീണ്ടും മടങ്ങിയെത്തുകയാണ്. ചിത്രം ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൂസ ഉടൻ എത്തുന്നു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മൂസയും കൂട്ടരും വീണ്ടും എത്തുമ്പോൾ ചിത്രത്തിലൂടെ മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ച പല കലാകാരന്മാരും ഇന്നില്ല എന്നതും ദുഃഖകരമാണ്. അപകടത്തെ തുടർന്ന് സിനിമയിൽ നിന്നും വിട്ടുനിൽക്കുന്ന ജഗതി ശ്രീകുമാറിന്റെ അഭാവമാണ് ഒന്ന്. കൂടാതെ കൊച്ചിൻ ഹനീഫ, ക്യാപ്റ്റൻ രാജു, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, മുരളി, സുകുമാരി, പറവൂർ ഭരതൻ എന്നിവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങളും ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എത്തുമ്പോൾ പ്രേക്ഷകർക്ക് നഷ്ടമാകും. 2003 ജൂലൈ 4 CID മൂസ തിയേറ്ററുകളിലെത്തിയത്. ഉദയകൃഷ്ണ CBK തോമസിന്റെ തിരക്കഥയിൽ ജോണി ആന്റണിയാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഭാവനയായിരുന്നു നായികയെ എത്തിയത്. ആശിഷ് വിദ്യാർത്ഥിയാണ് ചിത്രത്തിൽ വില്ലനായി എത്തിയത്. ഹരിശ്രീ അശോകൻ, സലിംകുമാർ, ഇന്ദ്രൻസ്, ബിന്ദു പണിക്കർ, വിജയരാഘവൻ തുടങ്ങിയ നീണ്ട താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. ജോണി ആന്റണി തന്നെയാണ് ചിത്രത്തിന്റെ രണ്ടാം ഭാഗവും ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ഒരു ചിത്രത്തിന്റെ പ്രാരംഭ ചർച്ചകൾ നടന്നു വരികയാണ്. ഇതൊരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്നത് ദിലീപ് ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ദിലീപ് ചിത്രത്തെ പറ്റിയാണ്, പ്രൊഫസർ ഡിങ്കൻ. ഈ ഒരു ചിത്രത്തിന്റെ പ്രഖ്യാപനം മുതൽ തന്നെ ദിലീപ് ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു ചിത്രത്തിനായി കാത്തിരിക്കുന്നത്. പ്രശസ്ത ഛായാഗ്രാഹകനായിട്ടുള്ള രാമചന്ദ്ര ബാബു ആയിരുന്നു പ്രൊഫസർ ഡിങ്കൻ എന്ന ചിത്രം സംവിധാനം ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ രാമചന്ദ്ര ബാബുവിന്റെ നിര്യാണത്തിന് ശേഷം ഈ ഒരു ചിത്രത്തിന്റെ കാര്യം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. ഇനിയിപ്പോൾ പ്രൊഫസർ ഡിങ്കൻ എന്ന ചിത്രം ഉണ്ടാകുമോ എന്ന കാര്യം സംശയമാണ്. എന്തായാലും പ്രൊഫസർ ഡിങ്കൻ എന്ന ചിത്രം സംഭവിക്കട്ടെ എന്നും അത് ദിലീപിന്റെ ഒരു വൻ വിജയമായി മാറുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ദിലീപിനെ പറ്റിയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ ചിത്രങ്ങളിൽ നിങ്ങൾ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാണാൻ കാത്തിരിക്കുന്ന ദിലീപ് ചിത്രം ഏതാണെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിലൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ വീഡിയോയ്ക്ക് ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യുക.